ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴ തുടങ്ങിയ ഒരു സമയമാണല്ലേ. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഒട്ടുമിക്ക എല്ലാ ചെടികളും വെച്ചാലും വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരുപാട് പ്ലാന്റ്സിൻ്റെ വീഡിയോസും കൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രണ്ടാം തവണയും ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്കിനി വാട്സപ്പ് വഴി ഓർഡർ വരുമ്പോൾ ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ആരും വരരുത്. ഒരാളും വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അത് ഒരു വെറൈറ്റി അല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തവണ വന്നിട്ട് വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും അപ്പോൾ ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ഇത് നമ്മുടെ റംഗൂൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ നല്ല കുലയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ആർച്ച് പോലെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ, മറ്റേ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ജസ്റ്റ് കയറ്, പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വാങ്ങിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കെട്ടിയിട്ട് ഇതുപോലെ വള്ളി അതിലേക്ക് കയറ്റി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിൽക്കൂട്ടോ നമുക്ക് പൂക്കൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സെപ്പറേറ്റ് വീഡിയോസ് 2-3 ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിൽ വന്നതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ പടർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കട്ടിങ്സ് എടുത്ത് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല വെയിലത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് എന്താണ് പൂക്കളില്ലാത്തത് എന്നൊക്കെ ചോദിച്ചു. അത് നമ്മൾ ഒരുപാട് പടർത്തി വിടാതെ നമ്മൾ അതിൻ്റെ തല നുള്ളി ഇടുക. പിന്നെ അതിനകത്തേക്ക് ഇത്തിരി DAP ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ വള്ളി കെട്ടി പടർത്താൻ പറ്റാത്തവർക്ക് ഇതേപോലെ വലിയ ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വീഡിയോ വന്നപ്പോൾ നമുക്കൊരു കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എനിക്കിതുപോലെ പടർത്തിയിടാനൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് വെച്ച് പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതും നമ്മൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ, ഈ രീതിയിലും വയ്ക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ റംഗൂൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് എല്ലാം നല്ല ഉഷാറിലാണ് ഇരിക്കുന്നത്. മഴക്കാലമല്ലേ, നമ്മൾ എന്ത് വെച്ചാലും വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയ പ്ലാന്റ്സ് ഉണ്ട്, ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം നല്ല നമുക്കിതേ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വള്ളി വീശിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ കുറേയൊക്കെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ 2 ട്രിപ്പും പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നതേ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റിയേ. ഇനി ഈ കാണുന്നത് നമ്മുടെ വയലറ്റ് ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ വയലറ്റ് ചെമ്പരത്തിയുടെ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനും അത്യാവശ്യം നല്ല എൻക്വയറീസും നല്ല രീതിയിൽ ഓർഡറുമാണ് കേട്ടോ നമുക്ക് കിടക്കുന്നത്. അപ്പം നമുക്ക് പ്ലാന്റ് കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അയക്കാനായിട്ട് പറ്റാഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളും മുട്ടുകളൊക്കെ കൂടിയിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വയലറ്റ് ചെമ്പരത്തിയുടെ വീഡിയോ വന്നപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വന്ന് നമുക്ക് വാട്സപ്പിനകത്ത് പറഞ്ഞതാണ്, ഒരു 6 മാസം മുന്നേ ഒരു ചെറുവിരലിൻ്റെ വലിപ്പമുള്ള വയലറ്റ് ചെമ്പരത്തി ഞാൻ വാങ്ങിച്ചത് 250 രൂപയായിട്ടാണ്. പക്ഷെ അതെനിക്ക് പിടിച്ചു കിട്ടുക പോലും ചെയ്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റേറ്റിൽ പ്ലാന്റ് ഇത്രയും നല്ല പ്ലാന്റ്സ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഓരോരുത്തരുടെയും താല്പര്യമാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കുന്നതിലും ഒരു 10 രൂപ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ്സ് ഇപ്പോൾ അതേ നമ്മുടെ കയ്യിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന പ്ലാന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ID കൺഫേം ആക്കി തരുന്ന പ്ലാന്റ്സ് സെയിം പ്ലാന്റ്സ് തന്നെ ആയിരിക്കും കേട്ടോ. അതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരില്ല. പിന്നെ നമ്മൾ എടുത്ത് പറയുകയാണ്, നമുക്ക് ഇത് ചെമ്പരത്തിയുടെ ഭാഗമായതുകൊണ്ട് പറയാം കേട്ടോ. ചെമ്പരത്തി നമുക്ക് കുറച്ചധികം നല്ല വെറൈറ്റീസ്, അതായത് തായ്വാൻ, ഓസ്ട്രേലിയൻ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് നമുക്ക് 250-300 രൂപയിലായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് ടാഗ് ആയിരിക്കും നമ്മൾ പ്ലാന്റ്സ് തരുന്നത്. നല്ല വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റീസ് ആയിരിക്കും. അപ്പോൾ അതും കൂടി നമ്മളിവിടെ എടുത്ത് പറയുകയാണ്. അതിനും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല പൂക്കളോട് കൂടി നിൽക്കുന്ന അത്യാവശ്യം നല്ല വലിയ ചെടികളാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ സൈസ് കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്.
കാരണം ചെമ്പരത്തികൾക്ക് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സാണ് കേട്ടോ, ഒരുപാട് കസ്റ്റമേഴ്സ്. ഇത് പ്ലാന്റ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ അതിനകത്ത് കാണാൻ പറ്റുന്നതേ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മധുകാമിനി എന്നറിയുന്ന മരമുല്ലയാണ് കേട്ടോ. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇതിനെ മരമുല്ല എന്ന് വിളിക്കുന്നതെന്ന്. ഇത് അത്യാവശ്യം നമുക്ക് നല്ല മരം പോലെ വലുതാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഇതേ രീതിയിൽ മതി, ഈ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ മരമുല്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ. ഇനി ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ലവാൻഡ ആണ് കേട്ടോ. ലവാൻഡ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഈ ഒരു കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു 50 പ്ലാന്റിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. ഇതേപോലെ നമുക്കൊരു മറ്റൊരു ട്രേ കൂടി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം മഴയായതുകൊണ്ടൊന്ന് മഴയത്തിരിക്കട്ടെ എന്ന് കരുതി വെച്ചതാണ്. ലവാൻഡയ്ക്ക് കാര്യമായ രീതിയിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയും അതുപോലെ നല്ലൊരു ആയുർവേദ മരുന്നിൻ്റെയൊക്കെ ഒരു സുഗന്ധം തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഓരോ വീഡിയോയുടെയും മുന്നിൽ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ചട്ടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ലവാൻഡ. ഇനി ഈ കാണുന്നത് ഡിവി ആണ് കേട്ടോ. ഡിവി നമുക്ക് 2-3 ആഴ്ചകൾ മേലെയായി സ്റ്റോക്ക് തീരെ ഇല്ലായിരുന്നു, ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മൾ സാധനം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് വിടേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മൾ ഇന്ന് വരെ ഇതുപോലെ ഒരാളെയും കയ്യിലില്ലാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും അങ്ങനെ മടക്കി വിട്ടിട്ടില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ പ്ലാന്റ് തപ്പിപ്പിടിച്ച് എടുത്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ ഡിവി നമുക്കൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് ഒരു 100 പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഡിവി കയ്യിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിലായിരുന്നു കേട്ടോ ഡിവി സെയിലായി കൊണ്ടിരുന്നത്. കാരണം ചൂട് കൂടുമ്പോൾ ചൂട് കുറയ്ക്കാൻ എന്താണ് എന്ന് പലരും അന്വേഷിച്ച് ഷെയ്ഡ് ട്രീസ് അന്വേഷിച്ച് യൂട്യൂബിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് നിശാഗന്ധിയുടെ ഡിവി സെയിൽ വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഡിവി നമുക്ക് വെക്കാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് മഴയുള്ള സമയമാണ്. വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാന്റ് എത്തുമ്പോൾ അത് 1-2 ദിവസം ബോക്സിനകത്ത് ചെയ്തിട്ടാണല്ലോ ഓൺലൈനായിട്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് കയ്യിലെത്തുക. അപ്പോൾ അത് ആ ഒരു ക്ഷീണം അതിനകത്ത് ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വെയിലത്തേക്ക് വെക്കുമ്പോൾ അത് കരിഞ്ഞ് അങ്ങോട്ട് പോവുകയുള്ളൂ കേട്ടോ. കാരണം അതൊരു അനുഭവം നമ്മുടെ ഒരു കസ്റ്റമർക്ക് വന്നു. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തെങ്കിലും പുള്ളിയുടെ വീട്ടിലുള്ള ആയിരുന്നു പ്ലാന്റ്സ് വെച്ചത്. അവർ നേരെ തണൽ മരം എന്നുള്ള രീതിയിൽ വെയിലത്ത് കൊണ്ടുവച്ചു. പക്ഷേ നല്ല മഴ കിട്ടി വെക്കുമ്പോൾ അത് നല്ല ഉഷാറായിട്ട് വരികയും ചെയ്തു കേട്ടോ. അത് അവർ വിളിച്ച് എനിക്ക് പറയുകയും അതുപോലെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് തരികയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ മണ്ടത്തരം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. പിന്നെ ഇപ്പോൾ നല്ല സമയമാണ്, മഴയുള്ള സമയം അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എവിടെയാണോ ഡിവി ഭാവിയിൽ വെക്കേണ്ടത് അവിടെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വെക്കാം കേട്ടോ. അതിനകത്ത് യാതൊരു മടിയും വേണ്ട, പെട്ടെന്ന് നമ്മുടെ ചെടി ഉഷാറായി വരും. വേനൽക്കാലത്ത് നമ്മൾ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതുപോലെ ബ്ലാക്ക് കവറിനകത്ത് വെക്കുക, വെറുതെ നമ്മുടെ മണ്ണ് മാത്രം ചേർത്ത് വെക്കുക, എന്നിട്ട് തണലത്ത് വെക്കുക. നല്ല രീതിയിൽ ഇതിനകത്ത് വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ പറയാറുണ്ട് കേട്ടോ. കാരണം വേനൽക്കാലമാണ് ഡിവിനെ നന്നായിട്ട് ബാധിക്കും. ഈ മഴയുള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല വലിയ തടമെടുക്കുക, തെങ്ങും തൈയൊക്കെ നടുന്ന രീതിയിൽ. ഇത് കാരണം മരമായിട്ട് പോകുന്നതാണ്. പിന്നെ കഴിവതും നമ്മുടെ വീടിൽ നിന്നും കുറച്ചകത്തി നമ്മുടെ മതിലിൻ്റെയൊക്കെ സൈഡിനകത്ത് വെക്കാനായിട്ട് നോക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മരമായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു മഴക്കാലത്തോ ഒക്കെ നമുക്കിത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയൊക്കെ ഡിവിയുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും പിന്നെയും നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം മുതൽ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഡിവി വാങ്ങിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ തന്നിരുന്നതെന്ന്. പക്ഷേ ഇത് ഒരുപാട് വലിപ്പം വെച്ചപ്പോൾ ഇപ്പം മഴയായതുകൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാം തലപ്പ് ഭാഗം കട്ട് ചെയ്തൊന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് നമ്മുടെ റംഗൂൺ ക്രീപ്പർ വെറൈറ്റി അല്ലാതെ നമുക്ക് സ്റ്റാൻഡ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ കഴിയുന്ന ചെടികളാണ് കേട്ടോ. സ്റ്റാൻഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ കവറിൽ നിലത്ത് ഇതുപോലെ വയ്ക്കാം. നല്ല രീതിയിൽ 2-3 കളറുകളിൽ പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തിങ്ങി നിറഞ്ഞാണ് നമ്മുടെ കയ്യിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതും ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ് കേട്ടോ. നല്ല രീതിയിൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്.
അപ്പോൾ ആരും വിട്ടു പോവാതെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാം. പിന്നെ എല്ലാ ചെടികളുടെയും വില നമ്മളിവിടെ പറയുന്നുണ്ട്. ഡിവിക്ക് നമ്മൾ 220 രൂപയും, അതുപോലെ നമ്മുടെ ഈ റംഗോണിൻ്റെ സ്റ്റാൻഡ് പ്ലാന്റിന് 120 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പം നമ്മളിവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളും നമുക്ക് ഒരുപാട് കെയർ കൊടുക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കുകയും നല്ല രീതിയിൽ പൂക്കളുണ്ടായി കാണാനൊക്കെ കഴിയുന്ന ചെടികളാണ്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ചെടികളാണ്. ഇന്ന സീസൺ എന്നൊന്നുമില്ല, എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലെഗാസ്ട്രോമിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെഗാസ്ട്രോമിയ നമുക്ക് ഇത്തവണ എല്ലാ കളറും മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൈബ്രിഡിനകത്ത് നിന്ന് ഫ്ലവർ വരാതെ ഇനി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. കുറേ പേർക്ക് നമ്മൾ കൊടുക്കാനുണ്ട്, അപ്പോൾ അത് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിനകത്ത് ഒരുപാട് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു 10,000-3000 മേലേക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഇതുവരെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല, കാരണം പ്ലാന്റ് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് പ്ലാന്റ് ഇറക്കാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മളധികവും ആർക്കും റിപ്ലൈ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളിവിടെ ലോഡ് വന്ന സാധനങ്ങൾ ഇറക്കുകയും അത് അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ഇട്ട ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്കെല്ലാം നമ്മളിത് തിങ്കളാഴ്ച മുതൽ പ്ലാൻസ് അയച്ചു തുടങ്ങും. കുറേ പേരെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ പേരെടുത്ത് നമുക്ക് പറയാൻ വിട്ടുപോയവരുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കൊരു കസ്റ്റമർ ഇതുപോലെ അവരുടെ കയ്യിൽ റംഗോൺ ക്രീപ്പറിൻ്റെ സ്റ്റാൻഡ് വെറൈറ്റി ഉണ്ട്, ഇതേപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, ഇതൊന്ന് നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് തന്നത് കേട്ടോ. അപ്പോൾ അവർ 2 പ്ലാന്റ് മേടിച്ചു. അതിനകത്ത് നിന്നും കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ നിന്നല്ല കേട്ടോ അവർ മേടിച്ചത്, അതുകൂടി ഇവിടെ പറയുകയാണ്. ഒരു 4-5 ദിവസം മുന്നേ നമുക്കൊരു കസ്റ്റമർ വിളിച്ചു കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ 5000-ൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് എത്താറായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എൻ്റെ മുന്നിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുത്തു. ഞാൻ ഇന്നലെയാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കറിയില്ല, യൂട്യൂബിൻ്റെ കാര്യമാണ്, അത് പലരിലേക്കും ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് വരാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇന്ന് മുതൽ വരുന്നതും കഴിഞ്ഞ ഓർഡറൊക്കെ ആയിട്ട് മാക്സിമം നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.